വെൽക്കം ബാക്ക് ടു ജേണി ടു ലേൺ. ഈ വീഡിയോയിൽ നമ്മൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ചോസർ ടു എലിസബത്തൻ ഏജ് MA ഇംഗ്ലീഷിൽ ചോസർ ടു എലിസബത്തൻ ഏജിൻ്റെ കുറച്ച് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. A സെക്ഷൻ, B സെക്ഷൻ, പിന്നെ C സെക്ഷൻ. അതിൽ A സെക്ഷനിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസിൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും അതുപോലെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും 2 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു 21 ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും ഈ വീഡിയോയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സെക്ഷൻ, അതായത് B സെക്ഷൻ്റെയും C സെക്ഷൻ്റെയും വീഡിയോസ് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാവും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിലൊക്കെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അത് കണ്ടിട്ട് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദി ഏരിയാസ് ഇൻ വിച്ച് മെട്രിക്കൽ റൊമാൻസസ് യൂഷ്വലി ഡെൽറ്റ് വിത്ത്? അപ്പോൾ എൻ്റെ ആൻസർ, ദ മെട്രിക്കൽ റൊമാൻസസ് usually dealt with the romantic temper of the age so much that they ceased to be foreign and became fully native. അപ്പോൾ മെട്രിക്കൽ റൊമാൻസ് കൂടുതലായിട്ടും ആ ഏജിലെ റൊമാൻറ്റിക് ടെമ്പറിനെയാണ് കാണിച്ചിട്ടുള്ളത്. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ദി ഏർലി ബൈബിൾ ട്രാൻസ്ലേഷൻ ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റത്തെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് വൈക്ലിഫ് ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ ആൻഡ് സെക്കൻഡ് ടിൻഡെയിൽസ് ട്രാൻസ്ലേഷൻ ഓഫ് ബൈബിൾ. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ മെഫിസ്റ്റോഫൈൽസ് മെയിൻ ഇൻറ്റൻഷൻ ഇൻ ക്രിസ്റ്റഫർ മാർലോസ് ഡോക്ടർ ഫോസ്റ്റസ്? അപ്പോൾ മെഫിസ്റ്റോഫൈൽസ് എന്ന് പറയുന്നത് ഒരു ഡെവിലാണ്. അത് ഫോസ്റ്റസിനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോസ്റ്റസ് ബ്ലാക്ക് മാജിക്കിലൂടെ വരുത്തുന്ന ഒരു ഡെവിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ എയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു സെക്യൂർ ഫോസ്റ്റസ് സോൾ ഫോർ ലൂസിഫർ. And he tempted Faustus with promises of power and knowledge, ultimately seeking to damn him for eternity. His role underscores the play's themes of ambitions and domination. അപ്പോൾ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, കമൻറ്റ് ഓൺ ദി ഓപ്പണിംഗ് സീൻ ഓഫ് തോമസ് കിഡ്സ് ദി സ്പാനിഷ് ട്രാജഡി. അപ്പോൾ സ്പാനിഷ് ട്രാജഡീൻ്റെ ഓപ്പണിംഗ് സീനും എന്താണെന്ന് വെച്ചാൽ, ദി ഓപ്പണിംഗ് സീൻ ഓഫ് സ്പാനിഷ് ട്രാജഡി ഫീച്ചേഴ്സ് എ ഗോസ്റ്റ് ആൻഡ് ദി ഫിഗർ ഓഫ് റിവെഞ്ച്, setting the tone for a play focused on retribution. It establishes the central theme of vengeance that drives the narrative. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് സീൻ ഇതിൻ്റെ നറേറ്റീവ് മൊത്തം ഒരു റിവെഞ്ച്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രൊട്ടഗോണിസ്റ്റിൻ്റെ മകനെ മർഡർ ചെയ്തതിൻ്റെ റിവെഞ്ച് ആയിട്ടാണ് ഈ പ്ലേയുടെ നറേറ്റീവ് ഫുള്ള് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് സീന് ഒരു ഗോസ്റ്റിൻ്റെയും ഒരു റിവെഞ്ചിൻ്റെയും ഒരു അപ്പിയറൻസ് ആണ് വ്യൂവേഴ്സിന് കിട്ടുന്നത്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, what does Bacon says about people who are married and have children? അപ്പോൾ ബേക്കണിൻ്റെ എസ്സേയിൽ മാരീഡ് പീപ്പിളിനെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻ ഹിസ് എസ്സേ ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്, Bacon suggests that people with families are less selfish and more caring. However, he also believed that they may be less adventurous and more conservative in their decision. അപ്പോൾ ബേക്കൻ്റെ എസ്സേയിൽ പറയുന്ന മാരീഡ് ആയിട്ടുള്ള പീപ്പിൾ സെൽഫിഷ് ആവില്ല, അവർ ഭയങ്കര കെയറിങ് ആവും. കാരണം അവർക്ക് അവരുടെ ഫാമിലി എപ്പോഴും അവരുടെ മൈൻഡിലുണ്ടാവും. പിന്നെ അവർ എന്ത് തീരുമാനം എടുക്കുമ്പോഴും എടുത്തു ചാടി എടുക്കാതെ നല്ലപോലെ ആലോചിച്ച് ചെയ്യുന്നവരാവും. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് മാരീഡ് പീപ്പിളുടെ ബേക്കൺ പറയണത് ഇങ്ങനെയാണ്. പിന്നെ സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി മേജർ തീംസ് ഇൻ സ്പെൻസേഴ്സ് പ്രൊത്തലാമിയൻ? The major themes in Spenser's Epithalamion include celebration of marriage, the beauty of the English countryside, and a sense of peace and harmony. The poem is also a political commentary celebrating the union of noble families. Epithalamion ഫസ്റ്റ് പറയുന്നത് ഒരു മാരേജ് സെറിമണിയാണ്. പിന്നെ രണ്ടാമത്തത് ഇംഗ്ലീഷ് കൺട്രി സൈഡിൻ്റെ ഒരു ബ്യൂട്ടി പറയുന്നത്, ആ റിവർ ബാങ്കിലൂടെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള എൻ്റെ തിങ്സിനെയും ബ്യൂട്ടിഫൈ ചെയ്യുന്നുണ്ട് പോയത്തിൽ. പിന്നെ പീസ്, ഹാർമണി. ദെൻ ദി പോയം ഓൾസോ പൊളിറ്റിക്കൽ കമൻട്രി, എ സെലിബ്രേറ്റിംഗ് ദി യൂണിയൻ ഓഫ് നോബിൾ ഫാമിലീസ്. 2 നോബിൾ ഫാമിലീസ് യൂണിയനും ഇതിൽ പറയുന്നുണ്ട്. അതാണ് ഇതിൽ മേജർ തീംസായിട്ട് സ്പെൻസറുടെ പ്രൊത്തലാമിയയിൽ മേജർ തീംസ്. പിന്നെ
വാട്ട് ഈസ് ദി മേജർ തീംസ്? 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മേജർ തീംസ് ഇൻ ദി സ്പാനിഷ് ട്രാജഡി? സ്പാനിഷ് ട്രാജഡിയിലെ മേജർ തീം നമ്മൾ 4th ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ റിവെഞ്ച് വരുന്നുണ്ട്, പിന്നെ വെഞ്ചിയൻസ്, റിവെൻസ്, പിന്നെ ഹൈറോണിമോ, അതാണ് ഇതിലെ മെയിൻ പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മകനെ വധിക്കുക ഫോർ ദി മർഡർ ഓഫ് ഹിസ് സൺ ആൻഡ് എക്സ്പ്ലോർ ദി കോൺസിക്വൻസസ് ഓഫ് റിവെഞ്ച് ഓൺ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഈ എന്താ പറയുക, നമ്മുടെ പ്രതികാരത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റും കോൺസിക്വൻസസും ഇൻഡിവിജ്വലിനെ സൊസൈറ്റീനെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെ ഇതിൽ തീമായിട്ട് വരുന്നുണ്ട്. Then 8th question, to what does Bacon compare a lie of truth? ഒരു കള്ളത്തരത്തിനെ എങ്ങനെയാണ് തൻ്റെ ബേക്കൻ്റെ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന എസ്സേയിൽ പറയുന്നത്, എന്തുകൊണ്ടും? അതാണ് 8th ക്വസ്റ്റ്യൻ. And in Of Truth, Bacon compares a lie to a serpent that twists and distorts the truth. He believes lies corrupt the human mind and moral character, leading to a departure from God's light and truth. അപ്പോൾ അദ്ദേഹം ഒരു സർപ്പത്തിനായിട്ടാണ് കള്ളത്തരം പറയുന്നതിന് കമ്പയർ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ കള്ളത്തരം പറയുന്നത് എപ്പോഴും സത്യത്തെ വളച്ചൊടിക്കും, പിന്നെ ഹ്യൂമൻ ബീങ്സിനെ കറപ്റ്റ് ചെയ്യും, പിന്നെ ലീഡിങ് നന്മയുടെ പാതയിൽ നിന്ന് എപ്പോഴും കള്ളത്തരം ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു നന്മയുടെ വഴിയല്ല അത്. അപ്പോൾ മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കും. അതാണ് ബേക്കൻ്റെ ഓഫ് ട്രൂത്ത് എന്നുള്ള എസ്സേയിൽ കള്ളത്തരത്തിനെ എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യണമെന്നുള്ളതിൻ്റെ ആൻസർ. പിന്നെ 9th ക്വസ്റ്റ്യൻ, റൈറ്റ് 2 മേജർ ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമാനിസം. ഹ്യൂമാനിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അത് നമ്മളെ ഫസ്റ്റ് സെക്ഷനിലാണ് വന്നിട്ടുള്ളത്. ഇത് ക്വസ്റ്റ്യൻസ് ഓരോന്നും ഓരോ സെക്ഷനിൽ നിന്ന് വന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് പ്രോസ് ആൻഡ് ഫിക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത്, ഹ്യൂമാനിസം എംഫസൈസ് ദ വാല്യൂ and agency of human beings and focuses on the study of classical antiquity. It advocates for the importance of education and the arts in enriching human life. ഹ്യൂമൻ ലൈഫിലെ ഹ്യൂമൻ ബീങ്സിൻ്റെ വാല്യൂ ആണ് മെയിനായിട്ട് ഹ്യൂമനിസം ഇമ്പോർട്ടൻസ് നൽകുന്നത്. പിന്നെ അഡ്വക്കേറ്റ് ഫോർ ദി ഇമ്പോർട്ടൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ആർട്സ് ഇൻ എൻറിച്ചിങ് ഹ്യൂമൻ ലൈഫ്. അതാണ് 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ 10th ക്വസ്റ്റ്യൻ, ഹൂ ആർ ദി പ്രൊമിനൻറ്റ് മെമ്പേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റി വിറ്റ്? അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേറ്റഡ് പീപ്പിൾസാണ്. അതിൽ മെയിനായിട്ട് വരുന്നത് ക്രിസ്റ്റഫർ മാർലോ, തോമസ് കിഡ് ആൻഡ് ജോൺ ലെല്ലി. These playwrights and poets were known for their contribution to English drama and literature in the late 16th century. മെയിനായിട്ടും ഇവരുടെ 3 പേരാണ് പറയുന്നത്. പിന്നെ ഒരുപാട് പേരുണ്ട്, നമ്മൾ ടെക്സ്റ്റിൽ ഒരുപാട് പേരെ പറ്റി പറയുന്നുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്നുള്ള ക്വസ്റ്റ്യനാണിത്, അതും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ ഹൗ ഡസ് ചോസേഴ്സ് ജനറൽ പ്രൊലോഗ് ബിഗിൻ? 11th ക്വസ്റ്റ്യനാണ്. അത് പ്രൊലോഗ് ബിഗിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സ്പ്രിങ് സീസണിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടാണ് പ്രൊലോഗ് ബിഗിൻ ചെയ്യുന്നത്. അപ്പോൾ സ്പ്രിങ് ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ സ്പ്രിങ് സീസൺ ആയിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലുള്ള ഇംഗ്ലണ്ടിലെ പീപ്പിൾ എന്ത് ചെയ്യും, തീർത്ഥാടനത്തിന് പോകും. അവർ ഒരു കഷ്ടത നിറഞ്ഞ കാലമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രതീകമായിട്ട് അവർ തീർത്ഥാടനത്തിന് പോകുമെന്നാണ് പറയുന്നത്. ആൻഡ് അതാണ് ഇതിൽ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ചോയ്സർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇറ്റ് സെറ്റ് ദി സ്റ്റേജ് ഫോർ ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ദി ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് പിൽഗ്രിംസ് ഹൂ വിൽ ടെൽ ദി സ്റ്റോറി. അതിൽ 24 സ്റ്റോറീസ് പറയുന്നുണ്ട്. അത് ഓരോരുത്തരും ഓരോ വിഭാഗത്തിലുള്ള പീപ്പിളിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റോറി പറയുന്നു. അപ്പോൾ നമുക്ക് ആ ഇംഗ്ലീഷ് സൊസൈറ്റി, ആ കാലഘട്ടത്തിലുള്ള സൊസൈറ്റീൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ലഭിക്കുന്നുണ്ട്. പിന്നെ 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മീറ്റർ ആൻഡ് റൈം സ്കീം ഓഫ് ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല? അതൊരു സോണറ്റ് നമ്മളെ പോയട്രി സെക്ഷനിൽ വരുന്നതാണ്. ആസ്ട്രോഫിൽ ആൻഡ് സ്റ്റെല്ല പ്രൈമർലി യൂസസ് ദി ഇയാംബിക് പെൻഡാമീറ്റർ ആൻഡ് എംപ്ലോയീസ് വേരിയസ് റൈം സ്കീം ഓഫ്റ്റൻ ഫോളോയിങ് ദി സോണറ്റ് ഫോം ഓഫ് ദി ടൈം സച്ച് ആസ് പെട്രാർക്കിൻ ഓർ ഷേക്സ്പിയറിയൻ സോണറ്റ്. അതിനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഇയാംബിക് പെൻഡാമീറ്ററാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു സോണറ്റ് പെട്രാർക്കിൻ ഓർ ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ ഫോമിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 13th ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഫ്രാൻസിസ് ബേക്കൺസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഡിസ്ക്രൈബ് എ പേഴ്സൺ ഇൻ സോളിറ്റ്യൂഡ്? ഏകാന്തതയിൽ ജീവിക്കുന്ന പേഴ്സൺ എങ്ങനെയാണ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള പ്രോസിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് പറയുക. Question, of friendship, Bacon describes a person in solitude as lacking an essential component of human experience. He argues that friendship provides relief from solitude and help to balance the mind and emotions. അപ്പോൾ ഈ എസ്സേയിൽ മെയിനായിട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസുമാണ് ബേക്കൺ പറയുന്നത്. അപ്പോൾ അതിൽ സോളിറ്റ്യൂഡ്, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മനുഷ്യന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എന്തോ ഒരു സംഭവം മിസ്സായ പോലെയാണ് എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ
ഫ്രണ്ട്ഷിപ്പിലൂടെ നമുക്ക് ഏകാന്തതയെ മാറ്റാനും അതുപോലെ നമ്മുടെ മൈൻഡിൻ്റെ ഇമോഷനും കറക്റ്റായിട്ടുള്ള ഒരു പീസ്ഫുൾ മൈൻഡ് അറ്റൈൻ ചെയ്യാനും സാധിക്കും എന്നാണ് ബേക്കൺ പറയുന്നത്. 3 എസ്സേസ് നമുക്ക് പഠിക്കാണ്ട്. ഒന്ന് ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ഓഫ് ട്രൂത്ത്, ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫ്. അതിൽ 3 നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ എസ്സേസ് ആണ്. പിന്നെ 14th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എയിം ഓഫ് കോമഡി അക്കോർഡിംഗ് ടു ഫിലിം സിഡ്നിയുടെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോമഡിയുടെ മെയിൻ എയിം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ഫിലിം സിഡ്നി, ദി എയിം ഓഫ് കോമഡി ഈസ് ടു ഡിലൈറ്റ് ആൻഡ് ടീച്ച് ബൈ റെപ്രസെൻറ്റിംഗ് ദി കോമൺ എറേഴ്സ് ഓഫ് ലൈഫ് ഇൻ എ ഹ്യൂമറസ് ആൻഡ് corrective manner. കോമഡി ഷുഡ് എൻ്റർടൈൻ വൈൽ ഓൾസോ പ്രൊവൈഡിങ് മോറൽ ഡിസ്കഷൻ. അപ്പോൾ സിഡ്നിയുടെ അഭിപ്രായത്തിൽ കോമഡിയുടെ മെയിനായിട്ടുള്ളൊരു എയിം ഡിലൈറ്റ് ആൻഡ് ടീച്ച് ബൈ പ്രസൻറ്റിംഗ് ദി കോമൺ എറേഴ്സ് ഓഫ് ലൈഫ് ഇൻ എ ഹ്യൂമറസ് ആൻഡ് കറക്റ്റീവ് മാനർ. ഒരേ സമയം ഡിലൈറ്റ് ചെയ്യും വേണം, അതുപോലെ തന്നെ മോറൽ ലെസൺസ് ഹ്യൂമറസ് വേയിൽ എറേഴ്സിനെ കാണിച്ചിട്ട് മോറൽ ലെസൺസ് ടീച്ച് ചെയ്യും വേണം. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കോമഡീൻ്റെ മെയിനായിട്ടുള്ള എയിം. 15th ക്വസ്റ്റ്യൻ, വിച്ച് ക്യാരക്ടർ ഇൻ ദി കാൻറ്റർബറി ടേൽസ് റെപ്രസെൻറ്റ് ദി ക്ലർജി. അപ്പോൾ അതിൽ ഒരുപാട് ക്യാരക്ടേഴ്സും ഉണ്ട്. അതിൽ ഓരോ ക്യാരക്ടേഴ്സും ഓരോ വിഭാഗത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്ലർജി വിഭാഗത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ദി ക്യാരക്ടേഴ്സ് ഇൻ ദി കാൻറ്റർബറി ടേൽസ് ഹു റെപ്രസെൻറ്റ് ദി ക്ലർജി ഇൻക്ലൂഡ് ദി monk, ദി ഫ്രയർ ആൻഡ് ദി parson. Each character provided a different perspective on religious life and the church. അതിലെ ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നമുക്ക് ഉണ്ടാകും. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അടുത്ത വേറെ റിലീജിയസ് ആയിട്ടുള്ള ആരൊക്കെയെന്നാവും ചോദ്യം. അപ്പോൾ അത് നോക്കുക. പിന്നെ 16th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി കംപ്ലീറ്റ് ടൈറ്റിൽ ഓഫ് ദി പോയം പ്രത്തലാമിയൻ. കംപ്ലീറ്റ് ടൈറ്റിൽ ഓഫ് ദി പോയം ഈസ് Prothalamion, or a spousal verse in honor of the double marriage of Lady Elizabeth and Lady Catherine Somerset. 17th question, what is known as the Black Death in history? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പെസൻറ്റ് റിവോൾട്ടും ഇമ്പോർട്ടൻ്റ് ആണ്. The Black Death refers to the devastating global epidemic of bubonic plague that struck Europe and Asia in the mid-14th century, killing an estimated 25 to 30 million people in Europe alone, which was about 1/3 of the population. അപ്പോൾ ഇത് ഇംഗ്ലണ്ടിലുണ്ടായിട്ടുള്ള ഒരു ബുബോണിക് പ്ലേഗ്, ഒരു റാറ്റിൻ്റെ ഫ്ലീസിൽ നിന്ന് പകരുന്ന ഒരു വൈറസ് കൊണ്ടുണ്ടായ ഒരു രോഗമാണ് ബ്ലാക്ക് ഡെത്ത്. ഇതിൽ മെയിനായിട്ടും ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കുന്നത് നമ്മുടെ ബോഡിയിലൊരു ബ്ലാക്ക് സ്കാർസൊക്കെ റിമൈൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് ഡെത്ത് എന്ന് പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അത് 25 മുതൽ 30 മില്യൺ പീപ്പിൾ യൂറോപ്പിലുണ്ടായിരുന്ന അത്രയും ജനങ്ങളെ നശിപ്പിച്ചിട്ടുള്ള ഒരു പ്ലേഗാണ്. പിന്നെ 18th question, what is mean by metaphysical conceit? A metaphysical conceit is an extended metaphor or simile that makes an surprising, often paradoxical connection between two seemingly dissimilar things. It is characteristic of metaphysical poetry, notably used by poets like John Donne. അപ്പോൾ മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ 19th question, what is the difference between mystery and morality plays? മിസ്റ്ററി മിറാക്കിൾ പ്ലേസും രണ്ടും ഈ നമ്മളെ ചർച്ച്, പിന്നെ സെയിൻസ്, ബൈബിൾ ലൈഫ് അങ്ങനെ പോകുന്നതാണ്. അത് മെയിനായിട്ടും ചർച്ച്, കോർട്ട്യാർഡ്സ് അവിടെയൊക്കെ ആയിരുന്നു ആദ്യം സ്റ്റേജിൽ അരങ്ങേറിയിരുന്നത്. പിന്നെയാണ് പോപ്പുലേഷൻ കൂടിയത്, ഇത് കാണാനുള്ള ജനങ്ങളുടെ ആഗ്രഹം കൂടിയതോടെയാണ് അത് ചർച്ചിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോയതും അതിൻ്റെ ഗ്രോത്ത് ഉണ്ടായതും. മിസ്റ്ററി ആർ ഡ്രമാറ്റൈസേഷൻ ഓഫ് ബൈബിളിക്കൽ സ്റ്റോറീസ് often performed in cycle, while morality plays are allegorical dramas where characters personify moral qualities or obstructions to teach ethical lessons. പിന്നെ 20th question, what is the general background and structure of the Canterbury Tales? നമ്മൾ പറഞ്ഞു. അതിൽ എന്താ പറയുക, കളക്ഷൻ ഓഫ് 24 സ്റ്റോറീസ് ആണ്. ദി കാൻറ്റർബറി ടേൽസ് ഈസ് എ കളക്ഷൻ ഓഫ് 24 സ്റ്റോറീസ് written by Geoffrey Chaucer in the late 14th century. The tales are presented as part of a storytelling context by a group of pilgrims travelling from London to the shrine of St. Thomas Becket in Canterbury. The work provides a vivid depiction of medieval English society. ഈവൻ ദോ ഇതിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ അത് മെഡീവൽ ഇംഗ്ലീഷ് സൊസൈറ്റീൻ്റെ ഒരു കറക്റ്റ് പിക്ചർ നമുക്കത് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം ഓരോ പീപ്പിളും ഓരോ വിഭാഗത്തിനെ റെപ്രസെൻറ്റ് ചെയ്ത് 24 സ്റ്റോറി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് അവർ പോകുന്ന സമയത്ത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. അതിലാണ് നമുക്ക് 24 പേരുടെ 24 സ്റ്റോറീസാണ് ഇതിൽ പറയുന്നത്. അതിന് നമുക്ക് കറക്റ്റായിട്ട് 14th സെഞ്ച്വറിയിലുള്ള പീപ്പിൾസിൻ്റെ ഒരു ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 21, വാട്ട് ഈസ് ദി റോൾ ഓഫ് ദി ഗുഡ് ഏഞ്ചൽ ആൻഡ് ബാഡ് ഏഞ്ചൽ ഇൻ ഡോക്ടർ ഫാസ്റ്റസ്?
In Christopher Marlowe's Dr. Faustus, the good and bad angel represent Faustus' internal struggle between redemption and damnation. The good angel argues Faustus to repent and seek God's forgiveness, while the bad angel tempts him to continue in his pursuit of power and knowledge through dark means. അപ്പോൾ തെറ്റായ മാർഗത്തിൽ പവറും നോളജും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രേരണ നൽകുന്നതാണ് ബാഡ് ഏഞ്ചൽ. ഗുഡ് ഏഞ്ചൽ അതേസമയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതിനൊക്കെ പാപമോക്ഷം വേണം എന്നൊരു തോന്നലുണ്ടെങ്കിലും ബാഡ് ഏഞ്ചൽ അതിന് നേരെ അത് ഈ എന്താ പറയുക ഒരുപാട് നോളജിൻ്റെയൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അതിലേക്ക് തന്നെ തെറ്റിലേക്ക് തന്നെ നയിക്കുക. അതാണ് 21th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്കിത് കേട്ടിട്ട് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത സെക്ഷൻ്റെ വീഡിയോസ് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാവും.